തലമുടി കൊഴിച്ചിലുണ്ടോ? തലമുടി കൊഴിച്ചിലിങ്ങനെ ഉണ്ടല്ലോ, ഇതുപോലെ റോസ്മേരിയുടെ വാട്ടറില്ലേ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഇട്ട് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം കഷണ്ടിയിൽ പോലും മുടി കിളിർക്കുന്നതായിട്ട് പറയുന്നത് ഈ റോസ്മേരിയുടെ വാട്ടർ വെച്ച് തല കഴുകിയിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല രീതിയിൽ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പം ഒരു സ്പൂണോളം വരുന്ന രീതിയിൽ റോസ്മേരിയുടെ ലീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നിങ്ങൾ എന്തോരാണ് വെള്ളത്തിൽ ഉണ്ടാക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മാത്രം മൊത്തത്തിൽ ഒഴിക്കണ്ട. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം പകർത്തി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ കാണിച്ചു തരാവേ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കരിഞ്ചീരകമാണ് കേട്ടോ. കരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പും കിട്ടാൻ നല്ലതാണ്, നീർക്കെട്ടും വീഴത്തില്ല, പിന്നെ മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ടും ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് കറിവേപ്പിലയാണ്. നമ്മൾ രാവിലെ തന്നെ പിള്ളേരൊക്കെ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന നേരത്തെ ഇതുപോലെ മുടി കൂട്ടി കെട്ടി വെച്ചിട്ടൊക്കെ കുളിച്ചിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ മുടിക്കായ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുടിക്കായ മാറാനായിട്ട് നല്ലതാണ് കറിവേപ്പില ഇട്ട് കൊടുത്ത് തല കഴുകുന്നത്, കറിവേപ്പില വെളുത്ത് തല കഴുകുന്നത്. അപ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ചെമ്പരത്തിയുടെ പൂവ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ചെമ്പരത്തിയുടെ പൂവ് ഇല്ലാത്തത് കൊണ്ട് ചെമ്പരത്തിയുടെ പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കുണ്ടല്ലോ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടി അകാല നര തടയാൻ നല്ലതാണ്. അപ്പോൾ മുടി നരച്ച് തുടങ്ങിയിരിക്കുന്ന ടീമുകൾ ആരിലൊക്കെ ഉണ്ടെങ്കിൽ തേയിലപ്പൊടി ഇങ്ങോട്ടും കൂടി ചേർത്തിട്ട് ഇങ്ങനെ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. മുടി കഴുകി വിടാൻ നല്ലതാണ്. താരനൊക്കെ ഉള്ളവർക്കും നല്ലതാണ്, മുടി കൊഴിച്ചുള്ളവർക്കും സവാള ചേർക്കുന്നത് നല്ലതാണ്. അപ്പം സവാള ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ആണെങ്കിൽ 2 ചുവന്നുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം തിളപ്പിക്കാം കേട്ടോ. ഇത് മൂടി വെച്ച് തിളപ്പിക്കുമ്പോൾ നമ്മളിപ്പം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉണ്ടാക്കിയാൽ മതി. നിങ്ങളിനി ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ഈ കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾ വീണ്ടും പിന്നീട് കുറച്ച് വെള്ളം പകർത്തിയിട്ട് കുപ്പിയിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്ത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചുവന്ന പോലത്തെ വെള്ളം കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചെമ്പരത്തിയുടെ ഇതും നമ്മുടെ കരിഞ്ചീരകവും എല്ലാം കൂടി ഒന്ന് ഇളകി ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ അരിപ്പയിലേക്ക് അരിച്ചെടുത്ത് നമ്മൾ തല കഴുകാനെടുക്കുന്ന കപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എടുത്ത് ഒഴിച്ചു കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഒരു കുപ്പി, നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ കുപ്പിയുടെ അടുപ്പിൽ തന്നെ തുളയിട്ടിട്ട് നിങ്ങൾക്ക് ആ കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഇതുപോലെ നിങ്ങൾ കുറച്ച് വീതം കപ്പിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് തല കഴുകി വെറുതെ വിട്ടാൽ മതി കേട്ടോ. അപ്പം ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ വൈറ്റമിനിയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്ത് ഒഴിച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ വെള്ളം ഒരു മാസം എന്നാലും കേട് വരത്തില്ല. എപ്പോഴും ഇങ്ങനെ തിളപ്പിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വേണ്ട കേട്ടോ. അപ്പം വൈറ്റമിനിയുടെ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ പൊട്ടിച്ചെടുത്ത് ഒഴിച്ചോ. പെട്ടെന്ന് നല്ല മുടികൾ കിളിക്കാനായിട്ട് നല്ലതാണ് വൈറ്റമിനിയുടെ ക്യാപ്സൂൾ. അത് മാത്രമല്ല നമുക്ക് ഫേസിലൊക്കെ തേക്കാനൊക്കെ ആയിട്ട് വൈറ്റമിനി നല്ലതാണ്. കാരണം സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാനായിട്ട് നല്ലതാണ് വൈറ്റമിനി. അതുപോലെ തന്നെ മുടിയുടെ സ്കാൽപ്പൊക്കെ ഡ്രൈ ആവാതെയൊക്കെ നമുക്ക് ഒരു മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ വൈറ്റമിനിയുടെ ക്യാപ്സൂൾ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണോ ഈ വൈറ്റമിനിയുടെ ക്യാപ്സൂൾ കോംബോ ഓഫറിൽ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ പിള്ളേരെ കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ വീഡിയോയുടെ താഴെ മലയാളം ഡിസ്ക്രിപ്ഷനില്ലേ അതിൻ്റെ താഴെ ക്ലിക്ക് ചെയ്താൽ ലിങ്ക് ഉണ്ട് കേട്ടോ. 50 100 100 വെച്ച വില വരുന്നുള്ളൂ. അപ്പം വൈറ്റമിനിയുടെ ക്യാപ്സൂൾ വേണ്ടവർ കയറി വാങ്ങിച്ചോ. അതിൻ്റെ താഴെ തന്നെ റോസ്മെരി ലീഫും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ പൗഡറും ഷികാക്കായുടെ റീത്തയുടെ ഒക്കെ ഇങ്ങനെ മൈലഞ്ചിയുടെ ഒക്കെ ഇങ്ങനെ പൗഡറുകൾ കോംബോ ഇട്ടിട്ടുണ്ട്. 6 പാക്കറ്റ് കണ്ട് 200 താഴെ വില വരുന്നുള്ളൂ. അപ്പം 100 ഗ്രാം വീതം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കോംബോ പാക്ക് വേണമെങ്കിൽ കയറി വാങ്ങാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ഫേസ്ബുക്കിൽ കാണണമെങ്കിൽ വേണ്ടവരൊന്ന് ലിങ്ക് ഇട്ടുതരാം. ഞാൻ ഇതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോയുടെ ലിങ്ക് ഇട്ടുതരാം യൂട്യൂബിൻ്റെ. അതിൽ താഴെ ക്ലിക്ക് ചെയ്തിട്ട് കയറി വാങ്ങാട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തോ. ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ തല കഴുകി വിട്ടാൽ മതി. കുളിച്ച് കയറുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ തല കഴുകി കയറത്തില്ലേ, അന്നേരം വെറുതെ തലയിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകി വിട്ടാൽ മതി. പിന്നെ വേറെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് തല തോർത്തിക്കോ. അപ്പം മുടി കൊഴിച്ചിലും മാറും, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്, കറുപ്പും കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാച്ചുറൽ അല്ലേ, അപ്പോൾ വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നു ഷെയർ ചെയ്യാം കേട്ടോ.